മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥിനികളെ കണ്ടെത്തി. മുംബൈ ലോനാവാലയിൽ നിന്നാണ് കണ്ടെത്തിയത്. മുംബൈ ചെന്നൈ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന പെൺകുട്ടികളെ ഇന്ന് പുലർച്ചെ 1:45-നാണ് റെയിൽവേ പോലീസ് കണ്ടെത്തിയത്. മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് കുട്ടികളെ കണ്ടെത്തിയത്. കേരള പോലീസിന് ഇന്ന് രാവിലെ കുട്ടികളെ കൈമാറും. ബുധനാഴ്ചയാണ് +2 വിദ്യാർത്ഥികളെ കാണാതായത്. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, എന്തായാലും രാവിലെ നമ്മളെ തേടിയെത്തിയത് വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയായിരുന്നു. ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇവരെ പൂനെയിലെ കെയർ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ രാവിലെ തന്നെ താനൂർ പോലീസിന് കൈമാറുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എപ്പോഴത്തേക്ക് കൈമാറാനാണ് നീക്കം? ഇതുമായി ബന്ധപ്പെട്ട് താനൂർ പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? താനൂരിൽ നിന്നുള്ള പോലീസിന്റെ സംഘം പൂനെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവര് രാവിലെ വിമാനമാർഗം മുംബൈയിലെത്തി. അവിടെ നിന്ന് റോഡ് മാർഗമാണ് പൂനെയിലേക്ക് പോകുന്നത്. 4 മണിക്കൂറിലധികം സമയം റോഡ് വഴി അവിടെ എത്തിച്ചേരാൻ എടുക്കും. അപ്പോൾ ഉച്ചയോടെ മാത്രമേ താനൂരിലെ സംഘം അവിടെ എത്തൂ എന്ന വിവരമാണ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ലഭിച്ചിട്ടുള്ളത്. കുട്ടികൾ കെയർ ഹോമിലാണ് ഉള്ളത്. അവർ സുരക്ഷിതരാണ്. അവരുടെ വൈദ്യപരിശോധന അടക്കമുള്ള മറ്റ് നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പോലീസ് എത്തി ഇവരെ കൈമാറുക എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത്. അതിന് ഏറെ സമയം എടുക്കുകയില്ല എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ അവരെ കൊണ്ടുവന്ന് തുടർന്ന് ഇന്ന് അർദ്ധരാത്രിയോടെയോ നാളെ രാവിലെയോടെയോ ആകും നാട്ടിലേക്ക് എത്തിക്കുക എന്ന വിവരമാണ് ഇതുവരേക്ക് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ മൊബൈൽ ഫോൺ ഇന്നലെ ഓൺ ആയതാണ്. പുതിയ സിം കാർഡ് ഇടുവാൻ വേണ്ടി ഫോൺ ഓൺ ചെയ്തപ്പോഴാണ് ഇവർക്ക് ടവർ ലൊക്കേഷൻ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ എഗ്മോറിലേക്കുള്ള ട്രെയിനിൽ വെച്ച് രാത്രി 1:45-ഓടെ കണ്ടെത്തിയത്. മലയാള സമാജം പ്രവർത്തകരും RPF-ഉം മഹാരാഷ്ട്ര പോലീസും എല്ലാം ഇവരെ നടത്തിയ സംയുക്തമായിട്ടുള്ള തെരച്ചിലാണ് ഇവരെ കണ്ടെത്തിയത്. അവർ സുരക്ഷിതരാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാലും നാളെ രാവിലെയോടെയോ ഇന്ന് അർദ്ധരാത്രിയോടെയോ അവരെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിയുമെന്ന വിവരമാണ് പോലീസിൽ നിന്നും. അനുമോദം, ഏതായാലും കുട്ടികളെ തിരിച്ചു കിട്ടിയതിൽ ആശ്വാസം. പക്ഷേ ഇവർ രണ്ടുപേരും തനിച്ചാണോ അവിടേക്ക് യാത്ര ചെയ്തത്? ഇതിന് പിന്നിൽ ഇവർക്കൊപ്പമോ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? എന്തിനാണ് ഇവർ ഇത്തരത്തിൽ പുറപ്പെട്ടു പോയത് വീട്ടിൽ നിന്ന് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും പ്രാഥമികമായ വിവരങ്ങളുണ്ടോ? കുറെ ചോദ്യങ്ങളിൽ ഉത്തരം വ്യക്തമായി ലഭിക്കേണ്ടതുണ്ട്. ഇവരുടെ കൂടെ എടവണ്ണ സ്വദേശിയായ ഒരു യുവാവ് ഉണ്ടായിരുന്നു. ഇവരും ഈ യുവാവുമായിട്ട് സൗഹൃദത്തിലായിരുന്നു. ഇവരുടെ നിർബന്ധപ്രകാരമാണ് ഇയാൾ കൂടെ പോയത് എന്നാണ് അറിയുന്നത്. അവിടെ വെച്ച് മുംബൈയിൽ വെച്ച് ഇവർ രണ്ടായി തിരിയുകയും ഈ യുവാവ് വേർപിരിഞ്ഞു പോയതിനു ശേഷമാണ് ഇവർ മൊബൈൽ ഫോൺ ഓൺ ചെയ്തത് എന്നുമാണ് അറിയാനാകുന്നത്. അതുവരെ ഇവർ മൊബൈൽ ഫോൺ ഓൺ ചെയ്തിരുന്നില്ല. യുവാവിന് ഇവരുടെ നിർബന്ധത്താൽ പോയി എന്ന് മാത്രമാണ് കുടുംബം പറയുന്നത്. അതിൽ മറ്റ് ദുരൂഹതകളില്ല എന്ന് കുടുംബം അവകാശപ്പെടുന്നുണ്ട്. ഈ പെൺകുട്ടികളിൽ ഒരാൾക്ക് വീട്ടിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ള തരത്തിലാക്കിയാണ് അവരുടെ ഭാഗത്തുനിന്നും ഈ നാട് വിടുന്നതിന്റെ കാരണമൊക്കെ പറഞ്ഞു. പക്ഷെ വീട്ടുകാർ അത്തരം കാര്യങ്ങളോടൊന്നും പ്രതികരിച്ചിട്ടില്ല. എന്നാണെങ്കിലും അവരുടെ നാട് വിടാനുള്ള കാരണങ്ങളും അതിന്റെ മറ്റ് വിശദാംശങ്ങളും ഒക്കെ അവരുടെ നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം മാത്രമേ വ്യക്തമായ ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയൂ എന്നാണ് അറിയുന്നത്. നിലവിൽ അവർ സുരക്ഷിതരാണ് എന്ന ആശ്വാസം നൽകുന്ന വിവരം തന്നെയാണ് പങ്കുവെക്കാനുള്ളത്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും താനൂർ പോലീസ് മുംബൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് തന്നെ പോലീസിന് കൈമാറും കുട്ടികളെ.